ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് 3-ടയർ ബർത്ത്ഡേ കേക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഒരു കേക്ക് 2 ഫ്ലേവറിലാണ് ചെയ്തിരിക്കുന്നത്, വാനിലയും ചോക്ലേറ്റും. ഏറ്റവും ബോട്ടം ലെയർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് കേക്കും, അതുപോലെ മിഡിൽ ലെയർ വാനില സ്പഞ്ച് കേക്കും, ടോപ്പ് ലെയർ എന്ന് പറയുന്നത് വാനില സ്പഞ്ച് കേക്കും ചോക്ലേറ്റ് കേക്കും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നിങ്ങൾക്കിനി നോട്ടിഫിക്കേഷൻ കിട്ടും. പത്ത് മിനിറ്റ് അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ആദ്യം കേക്ക് തയ്യാറാക്കുന്നതിനായിട്ടുള്ള ബേസ് തയ്യാറാക്കാം. ഏറ്റവും ബോട്ടം ലെയർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിലും അതുപോലെ കിറ്റ്കാറ്റ് ചോക്ലേറ്റ് കേക്കിലും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള അതേ റെസിപ്പിയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓൾറെഡി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാനിവിടെ 3 കപ്പ് മൈദ, അതുപോലെ 3 കപ്പ് പഞ്ചസാര അളന്നെടുത്തതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുള്ളത്, 1 കപ്പ് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ, 2.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ്. ഇനി ഒരു ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് നമുക്കൊരു അരിപ്പ വെച്ചതിന് ശേഷം ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ച് ചേർക്കാം. എന്തെങ്കിലും കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചു മാറ്റുന്നത്. ഇപ്പോൾ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിലേക്ക് ഓരോ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് ബ്ലാക്ക് കോഫിയാണ്. ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ ഒരു ബ്ലാക്ക് കോഫി. അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് കോഫി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം അല്ലെങ്കിൽ പാൽ ചേർക്കാം. ഏകദേശം 1.5 കപ്പ് ബ്ലാക്ക് കോഫി ചേർത്തിട്ടുണ്ട്. 3/4 കപ്പ് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ചേർക്കുന്നുണ്ട്, ഏകദേശം ഒരു 200 ഗ്രാം. ഫ്ലേവറിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 5 മുട്ട ചേർക്കാം. അപ്പോൾ ഫ്രിഡ്ജിലാണ് മുട്ട ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ 1-2 മണിക്കൂർ എടുത്ത് പുറത്ത് വയ്ക്കുക. അതിനുശേഷം കേക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് യൂസ് ചെയ്യാം. ഇനി ഇതൊരു തടിത്തവിയോ അല്ലെങ്കിൽ വിസ്കോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് ബീറ്ററോ യൂസ് ചെയ്തിട്ട് 30 സെക്കൻഡിനുള്ളിൽ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് യോജിപ്പിച്ച് കിട്ടിയാൽ മതി. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാച്ചില യൂസ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എവിടെയെങ്കിലും മിക്സ് ആവാതെ ഉണ്ടെങ്കിൽ ഈവനായിട്ട് മിക്സ് ചെയ്യുന്നതിനായിട്ട് ബൗളിൻ്റെ ബേസിൽ നിന്നും സൈഡിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓവർ മിക്സിങ് ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി. ഈ ഒരു കേക്ക് ഞാനിവിടെ 10 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ആദ്യം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ബേക്കിംഗ് പേപ്പർ ഒട്ടിച്ചു വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഫില്ല് ചെയ്ത് ബേക്ക് ചെയ്യാം. ബാറ്റർ കേക്ക് ടിന്നിൻ്റെ 3/4 ഭാഗത്തോളമായിട്ടാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടും. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒത്തിരി ടൈം നമ്മളിത് ബേക്ക് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ സെൻറ്ററിൽ ക്രാക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും വലിയ എയർ ഹോൾസ് ഉണ്ടെങ്കിൽ പോകുന്നതിനായിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ 4 ഇഞ്ച് ഗ്രീസ് ചെയ്തിട്ടുള്ള ബേക്കിംഗ് ടിന്നിലേക്ക് പകർത്തിയിട്ട് നമുക്കൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 30 മിനിറ്റ് കഴിയുമ്പോൾ 4 ഇഞ്ചിൻ്റെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ക്യൂർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. അത് ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് ഈ ഒരു ടിന്നിലിരുന്ന് കൂളായതിന് ശേഷം നമുക്ക് ഈ ഒരു ടിന്നിൽ നിന്നും തണുക്കാനായിട്ട് പകർത്താം. ഏകദേശം 70 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് 10 ഇഞ്ചിൽ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് കേക്ക് ഇവിടെ ബേക്കായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കേക്ക് 2 ബാച്ചായിട്ട് നിങ്ങൾക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കേക്കാണ്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം.
അടുത്തതായിട്ട് നമുക്ക് വാനില സ്പഞ്ച് കേക്ക് തയ്യാറാക്കാം. 170°C 10 മിനിറ്റ് അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് കേക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. 7 ഇഞ്ചിൻ്റെ കേക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ 7 ഇഞ്ച് കേക്ക് ടിൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ 8 ഇഞ്ചും അതുപോലെ 9 ഇഞ്ചും കേക്ക് ടിന്നിലാണ് ഇത് ബേക്ക് ചെയ്തതിന് ശേഷം 7 ഇഞ്ചിൽ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 7 ഇഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ടൈമായിട്ട് ബേക്ക് ചെയ്ത് നമുക്കിതൊരു 4 ലെയറാക്കി എടുക്കാം. കേക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 8 മുട്ട ചേർക്കാം. ഇതൊരു 2 കിലോ ഉള്ള സ്പഞ്ച് കേക്കിന് വേണ്ട ബേസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ ഇതിനായിട്ട് യൂസ് ചെയ്യണം, എങ്കിലാണ് നമുക്ക് കറക്റ്റ് അത് വിപ്പായി കിട്ടൂ. അതുപോലെ എടുക്കുന്ന ബൗളിൽ ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്കിതൊരു ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട ബീറ്റായി ഒന്ന് പതഞ്ഞു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് പഞ്ചസാര ചേർക്കാം. അതൊരു 3 ബാച്ചായിട്ട് ചേർക്കാം. ഏകദേശം 3 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ബാച്ച് ചേർക്കാം. അതൊന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ ബാച്ച്, അങ്ങനെ ചേർത്ത് നമുക്ക് 3 ബാച്ചായിട്ട് ഈ ഒരു പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. മഞ്ഞയിൽ നിന്നും വെള്ളയായി നല്ലൊരു ലൈറ്റ് ആൻഡ് ഫ്ലഫി ആകുന്നത് വരെയാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെ ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. റിബൺ കൺസിസ്റ്റൻസി ആയോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. നമ്മൾ ഈ ബാറ്റർ എടുക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ റിബൺ കൺസിസ്റ്റൻസി ആയിട്ടില്ല. വീണ്ടും നമ്മളിതൊരു ലൈറ്റ് ആൻഡ് ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റായി റിബൺ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. വെജിറ്റബിൾ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ വേണമെങ്കിലും ചേർക്കാം. ഏകദേശം 3/4 കപ്പ് 200 ml ആണ് ചേർക്കുന്നത്. ഇതിനോടൊപ്പം 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടി ചേർത്ത് ലോ സ്പീഡിൽ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചു ചേർക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് അരിച്ച് 3 ബാച്ചായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുന്നില്ല, സ്പാച്ചുല യൂസ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗിൻ്റെ ഫ്ലഫിനെസ് മാറാതെ സാവധാനം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ബാറ്റർ ഇവിടെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 8 ഇഞ്ച് ഗ്രീസ് ചെയ്തിട്ടുള്ള റൗണ്ട് കേക്ക് ടിന്നിലേക്ക് പകർത്താം. അതുപോലെ നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും വലിയ എയർ ഹോൾസ് ഉണ്ടെങ്കിൽ പോകുന്നതിനായിട്ടാണ് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കിയുള്ള ബാറ്റർ 9 ഇഞ്ച് കേക്ക് ടിന്നിലും 4 ഇഞ്ച് കേക്ക് ടിന്നിലേക്കും പകർത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ബാച്ചായിട്ട് നിങ്ങൾക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നല്ല ഹൈറ്റുള്ള കേക്കായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്റർ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് 30 മുതൽ 35 മിനിറ്റിനുള്ളിൽ ബേക്ക് ചെയ്തെടുക്കാം. ഏകദേശം 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 8 ഇഞ്ചിന് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ക്ലീൻ ആയിട്ടാണ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കേക്ക് ബേക്കായിട്ടുണ്ട്. കംപ്ലീറ്റ്ലി കൂളായതിന് ശേഷം നമുക്ക് കേക്കിന് വേണ്ട ലെയർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3 കേക്ക് നമുക്കിനി കൂളാവാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാ കേക്കും ഇവിടെ കൂളായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലെയർ കട്ട് ചെയ്യാം. ആദ്യം നമുക്കിതിൻ്റെ ടോപ്പ് പാർട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം.
ഇനി എത്രയാണോ ലെയേഴ്സ് വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ചോക്ലേറ്റ് കേക്കിന് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വാനില കേക്കിന് ജസ്റ്റ് ടോപ്പ് പാർട്ട് മാത്രം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ലെയർ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു ചോക്ലേറ്റ് കേക്കിന് നമുക്ക് 3 ലെയറായിട്ട് വരെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അതുകൊണ്ട് ഞാനിത് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നല്ല ഹൈറ്റുള്ളൊരു കേക്കാണിത്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കേക്കിൻ്റെ ലെയേഴ്സും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന ക്രംസ് കൊണ്ട് നമുക്ക് കേക്ക് പോപ്സ് തയ്യാറാക്കാം. കേക്ക് പോപ്സിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ ലെയേഴ്സ് നമുക്കൊരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. അതുപോലെ വാനില സ്പഞ്ച് കേക്കിൽ 4 ഇഞ്ചിൽ ഞാനിവിടെ ചെരിച്ചാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ കട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് കേക്കിൻ്റെ ഏറ്റവും ടോപ്പ് പാർട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിന് നമുക്ക് വീണ്ടും ഒരു ലെയറും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ കേക്ക് ലെയേഴ്സും ഞാനിവിടെ റാപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 ടയർഡ് കേക്കിന് വേണ്ട ബേസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ ഒരു ബേസിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 3 കിലോഗ്രാം ആണ്. ഇനി നമുക്കിതിനെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷനും ഒക്കെ ചെയ്ത് വരുമ്പോൾ ഏകദേശം 5 കിലോയുള്ള 3 ടയർഡ് കേക്കായിട്ട് മാറും. അപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അടുത്ത പാർട്ട് വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷൻ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.